ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് നമ്മുടെ രാത്രിയിലെ മുടി വളർച്ചയ്ക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സ് ആണ് പറയാനായിട്ട് പോണത്. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മുടി കൊഴിച്ചല്, അതേപോലെ തന്നെ മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നമോ, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടി വളരുന്നില്ല എന്നുള്ള പ്രശ്നമൊക്കെ ആണെങ്കിൽ അത് നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പൊ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുമെങ്കിൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. രാത്രിയിലാണ് നമ്മുടെ മുടിയുടെ വളർച്ച കൂടുന്നത്. അതുകൊണ്ട് തന്നെ പകല് നമ്മൾ അധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും രാത്രിയിൽ നന്നായിട്ട് നമ്മുടെ മുടിയെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിൽ കൂടാനുള്ള സാധ്യത കൂടുതലാണ്. നല്ലൊരു നൈറ്റ് ഹെയർ കെയർ റൂട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയിലെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് രാത്രി കിടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ മുടിയെ കുറച്ചധികം സംരക്ഷിക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ആദ്യം തന്നെ നിങ്ങൾ എത്ര തിരക്കിലാണെങ്കിലും മുടിയിലെ ജട കളയുക. രണ്ടാമതായിട്ട് നമ്മൾ മുടി കെട്ടിവെക്കുക എന്നുള്ളതാണ്. അപ്പൊ കെട്ടിവെക്കുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മളെ സ്കാൽപ്പൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നല്ലൊരു ഹെയർ സെറം കൂടി ഉപയോഗിക്കാം. ഇനി മുടി കെട്ടിവെക്കുമ്പോൾ നല്ല ലൂസായിട്ട് കെട്ടിവെക്കാനും അതേപോലെ തന്നെ സാറ്റിന്റെ ബണ്ണുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഒരിക്കലും നമ്മുടെ നനഞ്ഞ മുടി കെട്ടി വെച്ചിട്ട് നിങ്ങൾ കിടന്ന് ഉറങ്ങാതിരിക്കുക. ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ ഒരു രീതിയിൽ നിങ്ങൾ നല്ലൊരു ഹെയർ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മുടി വളർച്ചയൊക്കെ പെട്ടെന്ന് കൂടാൻ വേണ്ടിയിട്ട്, മുടിയിൽ ഉണ്ടാകുന്ന ഒരുവിധം പ്രശ്നങ്ങൾ, അതായത് മുടി കൊഴിച്ചല്, മുടിയുടെ വളർച്ച കൂടാൻ വേണ്ടിയിട്ട്, മുടി പൊട്ടി പോകുന്ന പ്രശ്നങ്ങൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, സ്പ്ലിറ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒക്കെ സഹായിക്കും കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.